ജീവനക്കാരുടെ ശമ്പളത്തിൽ സുപ്രധാന മാറ്റത്തിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രൊവിഡന്റ് ഫണ്ട് സംഭാവന പ്രതിമാസം 1800 രൂപയായി പരിമിതപ്പെടുത്തി. ഇതിനു മുകളിലുള്ള PF സംഭാവന ഇനി നിർബന്ധമല്ല. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നാൽ നിലവിൽ ഉയർന്ന PF വിഹിതം നൽകുന്ന ജീവനക്കാർക്ക് എല്ലാ മാസവും കയ്യിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന മാറ്റത്തിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020 പ്രകാരം നിലവിൽ വന്ന EPF സ്കീം 2026 ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും നിർബന്ധ പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനയിലെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഇനി മുതൽ 1800 രൂപയായിരിക്കും ഫണ്ട് വിഹിതത്തിലേക്ക് പോകുക. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന PF സംഭാവന ഇനി നിർബന്ധമല്ല. ജീവനക്കാരും തൊഴിലുടമയും ആഗ്രഹിച്ചാൽ മാത്രം അധിക തുക PF അക്കൗണ്ടിലേക്ക് ഇനി നിക്ഷേപിക്കാമെന്ന രീതിയിലാണ് പുതിയ മാറ്റം. നിലവിൽ EPF വിഹിതമായി ഈടാക്കിക്കൊണ്ടിരുന്നത് ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബദ്ധയുടെയും 12%. എന്നാൽ നിയമപരമായ വേതന പരിധിയായ 15,000 അടിസ്ഥാനമാക്കിയുള്ള നിർബന്ധ PF വിഹിതം 1800 രൂപ ആണെന്ന് പുതിയ ചട്ടം പറയുന്നു. അതിനാൽ 15,000-ന് മുകളിലുള്ള അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരിൽ നിന്ന് കൂടുതൽ തുക PF ഇനത്തിലേക്ക് ഈടാക്കുന്നത് ഇനി പാടില്ല. പല സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ യഥാർത്ഥ അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതുവരെ PF കണക്കാക്കിയത്. പുതിയ ചട്ടപ്രകാരം നിർബന്ധ സംഭാവന 1800 വീതം മാത്രമായതിനാൽ ഇതിനു മുകളിലുള്ള സംഭാവന നൽകണമെങ്കിൽ അത് സ്വമേധയ തുടരണം. ഇക്കാര്യത്തിൽ തൊഴിലുടമയും ജീവനക്കാരും തമ്മിലുള്ള ധാരണ നിർണായകമാണ്. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നാൽ നിലവിൽ ഉയർന്ന PF വിഹിതം നൽകുന്ന ജീവനക്കാർക്ക് എല്ലാ മാസവും കയ്യിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിക്കാനുമിടയുണ്ട്. പുതിയ എന്നാൽ ഇത് ഇൻഹാൻഡ് ശമ്പളം കൂടുമെന്നത് താൽക്കാലിക നേട്ടമാണെങ്കിലും ദീർഘകാല വിരമിക്കൽ സമ്പാദ്യത്തെ ഇത് ബാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത്. കാരണം PF അക്കൗണ്ടിലേക്ക് ഓരോ മാസവും നിക്ഷേപിക്കുന്ന തുക കുറയുന്നതോടെ വർഷങ്ങളായി ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശയുടെ നേട്ടവും കുറയും. അതിനാൽ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ PF കോർപ്പസ് ഗണ്യമായി കുറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ ദീർഘകാല സമ്പാദ്യം ലക്ഷ്യമിടുന്നവർക്ക് വോളണ്ടറി PF തുടരുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.